സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്ന് ആർ ബാലകൃഷ്ണപിള്ള. വീരേന്ദ്രകുമാറിന്റെ റിപ്പോർട്ട് പുറത്തുവരുതെന്നാണ് ചിലരുടെ ആഗ്രഹമെന്നും അതിനാലാണ് തന്നെ പുറത്താക്കിയതെന്നും ബാലകൃഷ്ണപിള്ള വ്യക്തമാക്കി. ആദ്യം വാക്കുകളിലേക്ക്. ഇന്നിപ്പോൾ ഞങ്ങൾ വോട്ടിങ്ങിൽ നിഷ്പക്ഷമാണ്. വോട്ടിങ് നടക്കുമെന്ന് എനിക്കറിയില്ല. നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് തന്നെ ഞങ്ങൾ പ്രതിപക്ഷത്താണല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഗണേശനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ പ്രതിപക്ഷത്താണ്, ഭരണകക്ഷിയിലല്ലല്ലോ. ഭരണകക്ഷിയിലല്ലാത്തവരെല്ലാം പ്രതിപക്ഷമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിഷ്പക്ഷമായിട്ട് വോട്ട് ചെയ്ത് നേരത്തെ പാർട്ടി തീരുമാനിച്ചതാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ നാളെ നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. ഈ വിഷയമാണെന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒപ്പം തന്നെ ലീഗ് നേതാവ് മൈൻ ഹാജി, ഒപ്പം മനോജ്, കേരള കോൺഗ്രസ് ബി ബാലകൃഷ്ണപിള്ളയുടെ വിഭാഗത്തിൻ്റെ നേതാവ്, ഒപ്പം തന്നെ എ പ്രദീപ് കുമാർ MLA ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം ജോൺ തോമസ് മാധ്യമപ്രവർത്തകൻ ചർച്ചയിൽ പങ്കുചേരുന്നു. ഒപ്പം C ദിവാകരൻ CP നേതാവ്, ഒപ്പം A അസീസ് MLA കൂടി ടെലിഫോൺ ലൈനിൽ ചേരും. ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക്. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒരുപക്ഷെ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം ഒരുപക്ഷെ ഈ വേളയിൽ ഒന്നുകൂടി എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ്. പിള്ള ചാടിയാൽ മുട്ടോളം എന്ന വലിയ ഒരു മുഖപ്രസംഗം അന്ന് എഴുതിയത് ഒരുപക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഇന്നിപ്പോൾ ബാലകൃഷ്ണപിള്ള നടത്തിയ പ്രസ്താവനകൾ, നിലപാടുകൾ, പറഞ്ഞ യാഥാർത്ഥ്യങ്ങളടക്കം ഏതർത്ഥത്തിലാണ് അന്ന് നടത്തിയ അല്ലെങ്കിൽ ആ ഒരു പ്രയോഗത്തിലാണോ ഇന്നും കാണുന്നത്? അല്ല, വീക്ഷണത്തിൻ്റെ വാർത്തയേക്കാൾ കുറേ കൂടി അനുയോജ്യമായ മറ്റൊരു കാര്യം ഞാൻ പറയാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ സമ്മേളനത്തിൽ ശ്രീ അച്യുതാനന്ദനെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിൽ ചാഞ്ഞാൽ അത് മുറിച്ചു തന്നെ കളയണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി താങ്കൾ ഈ പറഞ്ഞ ആദ്യത്തെ ഉദാഹരണത്തെക്കാൾ കൂടുതൽ അനുയോജ്യം ഇക്കാര്യത്തിൽ. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിൽ ചാഞ്ഞാൽ അത് മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ പുര തകർന്നു പോകും. അപ്പോൾ സ്വാഭാവികമായി പുര തകരാതിരിക്കണമെങ്കിൽ അത് മുറിച്ചു തന്നെ മാറ്റണം. അതാണ് കുറേ കൂടി അനുയോജ്യം. നിങ്ങൾ മുറിച്ചു മാറ്റിയതാണ്. അങ്ങനെയല്ലോ. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള UDFൻ്റെ ആദ്യകാല നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഈ മുന്നണി വിട്ട് പുറത്തു പോകണം എന്നാഗ്രഹിക്കുന്ന ആരും ഈ മുന്നണിയിലില്ല. അതേസമയം ഈ മുന്നണിക്ക് ചില അച്ചടക്കമുണ്ട്, ചില പെരുമാറ്റ ചട്ടങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇരിക്കുന്ന കൊമ്പ് ആരും മുറിക്കാൻ ആഗ്രഹിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായി ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ പക്ഷേ ബാലകൃഷ്ണപിള്ള പറയുന്ന പോലെ ആ കൊമ്പുണ്ടാക്കിയ വ്യക്തി അത് എങ്ങനെ വേണമെന്ന് മുറിക്കണമെന്ന് എനിക്കറിയാമെന്ന് മറുപടി പറഞ്ഞ ബാലകൃഷ്ണപിള്ള, മുന്നണി അല്ലെങ്കിൽ പരിണിതപ്രജ്ഞനായ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ, ഇന്നൊരു പക്ഷേ UDF സംവിധാനത്തിൽ വളരെ പക്വമായ ഒരു പക്ഷേ നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന വ്യക്തി, ഇത്തരത്തിലുള്ള ഒരു വ്യക്തി മുന്നണി വിട്ടുപോകുമ്പോൾ ഒരു നഷ്ടവും UDFൻ്റെ ഇന്നത്തെ സംവിധാനത്തിൽ ഉണ്ടാകുന്നില്ല. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഒരിക്കലും UDF വിട്ട് പുറത്തു പോകാതിരിക്കാനാണ് അദ്ദേഹത്തെ ഞങ്ങൾ പുറത്താക്കാതിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ചില നടപടിക്രമങ്ങൾ ഈ മുന്നണിക്കും ഈ മുന്നണി ഗവൺമെൻറ്റിനും ദോഷകരമായി ഭവിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത്തരം നടപടികൾ ആവർത്തിക്കരുതെന്നും തനിക്ക് പറ്റിയ തെറ്റു മനസ്സിലാക്കി അത് തിരുത്തണമെന്നും അതിലൊരു ഖേദപ്രകടനം നടത്തണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ലാതെ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിമിഷം വരെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയെ UDFൽ നിന്ന് ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല. വ്യക്തതയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന ഈ സീമ ലംഘിച്ചു, പരിധി ലംഘിച്ചു എന്ന് പറയുന്ന എന്ത് സീമയാണ് ഒരുപക്ഷെ ബാലകൃഷ്ണപിള്ള ലംഘിച്ചു എന്ന് ഈ ഘട്ടത്തിൽ വളരെ വ്യക്തമായ ദിശയിലൂടെ പറയാൻ കഴിയുന്നത്? ഒരുപക്ഷെ അഴകുഴമ്പൻ മട്ടിലൂടെയൊക്കെ പറഞ്ഞു പോകാമെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയാൻ കഴിയുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ അഴകുഴമ്പൻ മട്ടിൽ ഒരു കാര്യങ്ങളും പറയാറില്ല. ഞാൻ പറയുന്നതിന് വളരെ ക്ലാരിറ്റി ഉണ്ട്. ഇത് ഞാൻ പറയാം. UDFൻ്റെ ഒരു മന്ത്രിക്കെതിരെ, അതായത് ശ്രീ KM മാണിക്കെതിരെ കേരളത്തിലെ ഒരു ബാർ മുതലാളി ഒരു പരസ്യമായ ആരോപണമായി വന്നു. ആ ആരോപണമായി വരുമ്പോൾ സ്വാഭാവികമായി ആ മന്ത്രിക്ക് മാത്രമല്ല അതുകൊണ്ടുണ്ടാകുന്ന ദോഷം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു ആരോപണമാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ഗവൺമെൻറ് അല്ല, ഇതൊരു മുന്നണി ഗവൺമെൻറ്റാണ്, ഒരു UDF ഗവൺമെൻറ്റാണ്. ആ UDF ഗവൺമെൻറ്റിലെ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് ബി. അപ്പോൾ ഈ മുന്നണിയെ തകർക്കാൻ, ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ
ആരുടെയോ കയ്യിലെ ഒരു പക്ഷേ തട്ടുകമായി അവിടെയാണ് മാറിയ ഒരു ബാർ മുതലാളിയുമായി ഒരു ബാർ മുതലാളിയുമായി ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ടെലിഫോണിലൂടെ നടത്തിയ സംഭാഷണം നിങ്ങളടക്കം എല്ലാവരും പ്രക്ഷേപണം ചെയ്തതാണ്. എന്നിട്ട് ആ സംഭാഷണം പുറത്തു വന്നപ്പോൾ അത് തൻ്റെ ശബ്ദമല്ലെന്നോ അല്ലെങ്കിൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നോ അല്ലെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നോ എന്ന് പറയാതെ ആ ശബ്ദത്തിനെ ന്യായീകരിച്ചുകൊണ്ട് ആവർത്തിച്ച് പക്ഷേ അവിടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിവേചനം എന്ന തലത്തിൽ ബാലകൃഷ്ണ അടക്കം ഇന്നത്തെ പത്രസമ്മേളനത്തിലടക്കം ചൂണ്ടിക്കാണിച്ചത്. ഒരുപക്ഷെ ജാതിപരമായ രീതിയിൽ വിവേചനം അല്ലെങ്കിൽ UDF-നകത്ത് വിവേചനങ്ങൾ നടത്തിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് ബാലകൃഷ്ണപിള്ള പറയുന്നു. അതേസമയം തന്നെ PC ജോർജ് എന്ന വ്യക്തി ഇതേ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല MM ജേക്കബ് അടക്കം KM മാണി രാജിവെക്കണമെന്ന് പറഞ്ഞ് തലമുതിർന്ന കോൺഗ്രസ് നേതാവാണ് MM ജേക്കബ്. എണ്ണി അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇത്തരത്തിൽ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബാലകൃഷ്ണ പിള്ളയോട് ഒരു നിലപാട്. അതേസമയം മറുവശം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ബാലകൃഷ്ണ പറയുന്നത് വളരെ യുക്തിപരമായി എടുക്കേണ്ട സ്വാഭാവികമായും വരുന്ന ചോദ്യമല്ലേ? ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞ ആ കാര്യം വളരെ ശരിയാണ്. കാരണം അത് ജാതിയുടെ പേരിലാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. PC ജോർജും ഇതേ വ്യക്തിയുമായി ടെലിഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടെങ്കിലും ആ പുറത്തുവിട്ടപ്പോൾ തന്നെ അദ്ദേഹം മലക്കം പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ മാണിയെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും മാത്രമല്ല ഈ ബാർ മുതലാളിയെ പരസ്യമായി അദ്ദേഹത്തിൻ്റെ പിതാവിനെ വിളിച്ച് ആക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ ചാനലിലൂടെ കണ്ടു. അതാണ് അപ്പോൾ അദ്ദേഹം ആ ആരോപണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നില്ലെന്ന് മാത്രമല്ല, ആ ആരോപണം തിരുത്തി എന്ന് മാത്രമല്ല, അതിൽ ഒരു കാരണവശാലും എന്നെ അവിശ്വസിക്കേണ്ട. ഒരുപക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ അവസാന നിരീക്ഷണങ്ങൾ ഈ ഘട്ടത്തിൽ, കാരണം UDF-ന് അകത്ത് നിന്നുകൊണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പോ ശ്രീ PC ജോർജുമായി ബന്ധപ്പെട്ട് പിന്നെ അധികകാലം അങ്ങനെ പോലും ഇന്ന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞു, ഈ മുന്നണിക്കകത്ത് നിൽക്കുന്നെങ്കിൽ, അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നെങ്കിൽ ആ അധികാരത്തിന്റെ ഭാഗമായി അവിടെയാണ് ഒരു തിരുത്തൽ വരുത്തേണ്ടി വരുന്നത്. മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് പല മന്ത്രിമാരെയും പറ്റിയുള്ള അഴിമതി ആദ്യം മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി, എഴുതി കൊടുക്കാൻ അടക്കം പറഞ്ഞു. ആ രീതിയിലെല്ലാം ചെയ്തു. അതിനുശേഷം അവിടെ ബാലകൃഷ്ണപിള്ള മാത്രം തെറ്റുകാരൻ അല്ലെങ്കിൽ ബാലകൃഷ്ണപിള്ളയ്ക്ക് മാത്രം അഴിമതി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് വരുമ്പോഴാണ് ഇത്തരം പിള്ള പറയുന്നത് പോലെ തന്നെ ഇത്തരം വലിയ തോതിലുള്ള ശിഥിലീകരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നത്. അല്ല, ഞാൻ ബാലകൃഷ്ണപിള്ളയെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇത്തരം ആരോപണങ്ങൾ എഴുതി തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഒരൊറ്റ വാക്കിൽ ഞാൻ ചോദിക്കുന്നു, അങ്ങനെ എഴുതി തയ്യാറാക്കി കൊടുക്കാനുള്ള അർഹത അദ്ദേഹത്തിനുണ്ടോ എന്നൊരു ആത്മപരിശോധന അദ്ദേഹം നടത്തണം. അവിടെ നിന്നുകൊണ്ട് ശ്രീ മനോജ്, അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF-ന് അകത്ത് നിന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ നടത്തിയ അഴിമതിക്കെതിരെയൊക്കെ തന്നെ ഒരുപക്ഷെ എണ്ണി പറഞ്ഞ സാഹചര്യങ്ങൾ ഇന്നിപ്പോൾ പുറത്തു പോകുന്ന ഒരു മാനസികമായിട്ടല്ല പ്രായോഗികമായ ഒരു തീരുമാനം നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലും ഒരുപക്ഷെ കോൺഗ്രസ് വക്താവിൻ്റെ നിലപാടാണ് താങ്കൾ കേട്ടത്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചാടി പുറത്തു പോവുകയോ അങ്ങനൊന്നുമല്ല. അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 28 ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ശ്രീ KB ഗണേഷ് കുമാറും ബാലകൃഷ്ണപിള്ള സാറിനോടും ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ അകത്ത മുറിയിൽ കയറി ഏതാണ്ട് രാത്രി 10 മണിക്ക് ശേഷമാണ് 1-1.5 മണിക്കൂറോളം ഞങ്ങൾ ചർച്ച നടത്തി. ആ ചർച്ച നടത്തുമ്പോൾ മുഴുവൻ ചർച്ചയിലും ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ ചർച്ചയിൽ 1 മണിക്കൂറോളം ഈ ഗവൺമെൻറ്റിലെ 4-5 മന്ത്രിമാരെക്കുറിച്ച്, ഘടകകക്ഷി അതായത് കേരള കോൺഗ്രസ് പിന്നെ ജേക്കബ് ഗ്രൂപ്പിൻ്റെ മന്ത്രി, മറ്റ് ചില മന്ത്രിമാരെക്കുറിച്ച്, മാണി സാറുമായി ബന്ധപ്പെട്ട് ഈ ബാർ ആരോപണം, അതായത് ഈ ബാറിൻ്റെ ആരോപണം ശ്രീ ബിജു രമേശ് ഉന്നയിക്കുന്നതിന് 1 മാസത്തിനും 3 ദിവസത്തിനും മുമ്പ് 1 കോടി രൂപ ശ്രീ KM മാണി വാങ്ങിച്ചിട്ടുണ്ടെന്നും അത് ഇന്ന സ്ഥലത്ത് വെച്ചാണെന്നും അത് ഇങ്ങനെയാണ് വാങ്ങിച്ചതെന്നും ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബാലകൃഷ്ണപിള്ള സാർ ബോധ്യപ്പെടുത്തുമ്പോൾ മുഖ്യമന്ത്രി തലയിൽ കൈവച്ചിരുന്നു. എന്നിട്ട് ഒരക്ഷരം പോലും, അല്ലെങ്കിൽ ഞാനും കേട്ടു എന്നല്ലാതെ ഒരക്ഷരം പോലും അതുമായി ബന്ധപ്പെട്ടൊരു നടപടി ഉണ്ടായില്ല. 1 മാസത്തിന് ശേഷം ശ്രീ ബിജു രമേശ് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, എന്നോട് ആർ ബാലകൃഷ്ണപിള്ള ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അതിനകത്ത് എന്ത് നീതിയാണുള്ളത്? പ്രശ്നം ആ പിള്ളയ്ക്ക് അത്തരം
കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള ധാർമ്മികതയില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണുന്നത്. അതെങ്ങനെ ഉന്നയിക്കാതിരിക്കാൻ പറ്റും? ഈ മുന്നണിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഈ മുന്നണിയുടെ രൂപീകരണ സമയം തൊട്ട് ഈ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കഴിഞ്ഞ 32 വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളവും വളവും ഇട്ട് വളർത്തിയെടുത്ത ഒരു വൃക്ഷം, അതിനുവേണ്ടി ധാരാളം കഷ്ടപ്പെട്ട, തൻ്റെ MLA സ്ഥാനം നഷ്ടപ്പെട്ട, താൻ രാഷ്ട്രീയമായി ചില കേസുകളിൽ വേട്ടയാടപ്പെട്ടപ്പോൾ പോലും മുന്നണിക്ക് വേണ്ടി നിലകൊണ്ട ആർ ബാലകൃഷ്ണപിള്ളയെ ഒരു യാതൊരു തത്വദീക്ഷയുമില്ലാതെ മെനഞ്ഞാന്ന് 2 ദിവസം മുമ്പ് ശ്രീ PP തങ്കച്ചൻ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ബാലകൃഷ്ണപിള്ള സാങ്കേതികമായി മാത്രമാണ് UDF-ലുള്ളത്. അങ്ങനെ സാങ്കേതികമായി UDF-ലുള്ള ഞങ്ങൾക്ക് സാങ്കേതികമായി വോട്ട് ചെയ്യാൻ സാധിക്കില്ല UDF-ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നൊരു തീരുമാനമെടുത്തത്. പക്ഷേ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ആ മുന്നണി വിടാതെ ഇവിടെ മുൻവിധിയോടുകൂടി ഒരു നിലപാട് നിങ്ങൾ എടുത്തുകൊണ്ട് പുറത്തു പോവുക തന്നെയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാഠ്യം നിങ്ങൾക്കുണ്ടായിരുന്നു? അവിടെ മറ്റ് സമവായ ശ്രമങ്ങൾക്കോ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചർച്ചകൾക്കോ നിങ്ങൾ അവസരം ഒരുക്കിയില്ല എന്നൊരു പക്ഷേ ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. UDF-ൻ്റെ യോഗത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയെ ഒഴിവാക്കി നിർത്തുന്നു. ഈ മുന്നണിക്കെതിരെ നിരന്തരമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തുള്ള ആരോപണം ഉന്നയിക്കുന്ന ബഹുമാനനായ ശ്രീ PC ജോർജ്, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്. അദ്ദേഹത്തെ വിളിച്ചിരുത്തി മുഖ്യമന്ത്രിയുടെ വീട്ടിലിരുത്തി ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടി സാർ ഉൾപ്പെടെയുള്ളവരിരുന്ന് സംസാരിച്ചിട്ട് PC ജോർജിനെ സമവായത്തിലൂടെ UDF യോഗത്തിലേക്ക് കൊണ്ടുപോവുകയും ആർ ബാലകൃഷ്ണപിള്ളയെ വിളിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇത് ഡിസ്ക്രിമിനേഷൻ. തീർച്ചയായും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അവിടുത്തെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ അതാണ് ചൂണ്ടിക്കാട്ടിയത്, അടിവരയിടുകയും ചെയ്യുന്നത്. അതിനൊരു മറുപടി വ്യക്തമായി വരുന്നില്ല. തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി വളരെ വ്യക്തമാണല്ലോ. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ശ്രീ ബിജു രമേശുമായി നടത്തിയ ഫോൺ സംഭാഷണം നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, സ്ഥിരീകരിക്കുകയും കൂടുതൽ ആരോപണങ്ങൾ UDF ഗവൺമെൻറ് മന്ത്രിമാർക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ PC ജോർജ് താൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ചാനലിൽ കാണിച്ച ആ ദൃശ്യത്തെ നിരാകരിക്കുകയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും ഞാൻ KM മാണിയോടൊപ്പം അടിയുറച്ചു നിൽക്കുന്നുവെന്നും ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാടെന്നും അതിശക്തമായി, എന്തിനേറെ ശ്രീ KM മാണിയെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹം ഈ വാർത്ത പുറത്തു കൊടുത്ത ബിജു രമേശിന്റെ പിതാവിനെ വിളിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ശ്രീ ബാലകൃഷ്ണപിള്ള ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഒരിക്കലും ഈ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ നമ്മൾ ഒരിക്കലും വരില്ല. പക്ഷേ അവിടെയാണ് ഒരു അന്തസ്സുള്ള രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിത്വം പുറത്തു വരുന്നത്. ആർ ബാലകൃഷ്ണപിള്ള സാർ എന്താ പറഞ്ഞത്? ഇത് എന്റെ സംഭാഷണം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും പരസ്യമായി ഈ സംഭാഷണം ഈ ബിജു രമേശ് റെക്കോർഡ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇത് പുറത്തു വിടുമെന്ന് അറിഞ്ഞുകൊണ്ടോ അല്ല സംസാരിക്കുന്നത്. ആ സംഭാഷണം പുറത്തു വന്നപ്പോൾ ആദർശമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ശബ്ദമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാനത് ഡിനേ ചെയ്തുകൊണ്ട് എൻ്റെ സൗണ്ടല്ല എനിക്ക് പറ്റിപ്പോയി എന്ന് പറയുന്ന രാഷ്ട്രീയ മര്യാദകേടാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അതാണ് തെറ്റെന്ന് പറയുന്ന UDF-ന്റെ ന്യായത്തോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പ്. മനോജിന്റെ അടുത്ത് വിനയപൂർവ്വം മനോജിന്റെ അടുത്ത് വിനയപൂർവ്വം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ബിജു രമേശും ശ്രീ ബാലകൃഷ്ണപിള്ളയും നടത്തിയ സംഭാഷണം പുറത്തു വന്നില്ല എന്നിരിക്കട്ടെ, അദ്ദേഹം കാണിച്ചത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? നമ്മൾ ഒരു മുന്നണി, നമ്മളൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിനെ തകർക്കാനായി ഒരു മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. നമ്മുടെ ഈ ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കാൻ ശ്രമിച്ച ഒരാളിനെതിരെ പരസ്യ പ്രസ്താവനകൾ ക്ഷമിക്കാവുന്ന സീമകൾ കഴിഞ്ഞാണെന്ന് ബാലകൃഷ്ണപിള്ള അടക്കം പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ നമുക്ക് മുഖവിലേക്ക് എടുക്കാം. ശ്രീ പ്രദീപ് കുമാർ, ഇവിടെ CPM ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ള എടുത്ത നിലപാടുകൾ സംബന്ധിച്ച് സമവായമാണോ, ഏത് രീതിയിലുള്ള സമീപനമാണോ സ്വീകരിക്കുന്നത് ചോദിച്ചപ്പോൾ ഒരുപക്ഷെ അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം നടത്തി പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ നിലപാടുകൾ ഏത് രീതിയിൽ വേണമെന്ന് പരിഗണിക്കാം. മാത്രമല്ല, മുന്നണിക്കകത്ത് നിൽക്കുന്ന കക്ഷികളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ എന്തായാലും ശ്രമിക്കില്ല LDF. ഇക്കാര്യങ്ങൾ അതിൻ്റെ ഘട്ടങ്ങൾ മാറിയിരിക്കുന്നു, സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ബാലകൃഷ്ണപിള്ള ഇന്ന് എടുക്കുന്ന സമീപനത്തോട് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്? അല്ല, ബാലകൃഷ്ണപിള്ളയുടെ നിലപാടുകൾ ഇനിയും അദ്ദേഹം പുറത്തേക്ക് വിശദമായി പറയാനിരിക്കുന്നേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം പറഞ്ഞു, ബാലകൃഷ്ണപിള്ളയ്ക്ക് ഇങ്ങനെ ഒരു ആക്ഷേപം, അതായത് മന്ത്രിമാർക്കെതിരെയുള്ള അഴിമതി ആരോപണം ഉൾപ്പെടെയാണല്ലോ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതൊന്നും ഉന്നയിക്കാനുള്ള ധാർമ്മിക അവകാശമില്ല എന്ന് പറയുണ്ടായി.
യഥാർത്ഥത്തിൽ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം, ഇതൊക്കെ ഈ UDF-ന്റെ ഭാഗമായി നിന്നതുകൊണ്ടുണ്ടായതാണ്. ഈ UDF-ന്റെ ദുർഭരണത്തിൽ ഒരു കാലത്ത് അദ്ദേഹം കക്ഷിയായതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടതാണ്. ഇപ്പോൾ അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്നു, വിശുദ്ധ ഒരു പരിവേഷത്തോടു കൂടി അദ്ദേഹം പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ അനുഭവങ്ങളിൽ നിന്നുകൂടിയാണ് UDF ഇന്നത്തെ ഗവൺമെന്റിന്റെ ഈ കൊള്ളരുതായ്മയെ അഴിമതിക്കെതിരെ ശക്തമായൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത്. അത് ആത്മാർത്ഥമായും സത്യസന്ധമായിട്ടുള്ള ആ ഒരു നിലപാട് സ്വീകരിക്കുകയെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം കാര്യങ്ങളോട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതൊക്കെ ഉയർന്ന നേതൃത്വം വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, UDF ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ കൊള്ളരുതായ്മകൾ, അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഒന്നും വെച്ച് പൊറിപ്പിക്കുന്നില്ല. അപ്പോൾ ഗണേഷ് കുമാറിനെ ഇവർ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കി. ഗണേഷ് കുമാർ PWD മിനിസ്റ്റർക്കെതിരായിട്ടാണ് ആക്ഷേപം ഉന്നയിച്ചത്. PWD മിനിസ്റ്റർക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നു. അതിൽ അപ്പോൾ TO സൂരജിൻ്റെ കാര്യം ഇപ്പോൾ നേരത്തെ ഇവിടെ വാർത്തയിൽ പറഞ്ഞല്ലോ, സൂരജിന് ഉൾപ്പെടെ ഈ അഴിമതിക്ക് അരങ്ങൊരുക്കി കൊടുത്തത് ഈ ഭരണമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത്. ബാലകൃഷ്ണപിള്ളയുടെ ഒരു ഉദാഹരണം എടുത്താൽ കൂടി ഒട്ടേറെ നിൽക്കുന്ന ഘടകകക്ഷികളൊക്കെ തന്നെ വലിയ അസ്വാരസ്യത്തിൽ നിൽക്കുന്നു. ജനതാദൾ എടുത്താൽ കൂടി, അല്ലെങ്കിൽ RSP അടക്കം എടുത്ത് പക്ഷേ പരിശോധിച്ചാൽ അടക്കം ഇങ്ങനെ മുന്നണിക്കകത്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയാത്തൊരു സാഹചര്യം. ഒരു പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ, UDF-ന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അന്നത്തെയൊക്കെ അഭിപ്രായങ്ങൾ അടക്കം പറയാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതൊന്നും ഇന്നില്ല എന്ന തലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? പ്രശിക്ഷ അത് മുന്നണി മാറിപ്പോയതാണ്. ഞങ്ങൾക്ക് UDF-ൽ അങ്ങനെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അത് മറ്റേ മുന്നണിയാണ്, അത് മാറിപ്പോയത്. അത് നിങ്ങൾ അങ്ങനെ ധരിച്ചു പോയതാ. കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മുന്നണി മാറിപ്പോയെന്നാണ്. ഞങ്ങളെ മുന്നണിയിൽ എല്ലാവരും സമന്മാരാണ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാവർക്കും അവരോട് പറയാനുള്ള അവകാശമുണ്ട്. അതൊക്കെ പറയും, പ്രകടിപ്പിക്കും. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതും ഞങ്ങൾക്കിടയിൽ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ മുന്നണിക്കകത്ത് ഒരാൾ പറയുന്നത്, അല്ലെങ്കിൽ ചിലർക്ക് മാത്രം വലിയ തോതിൽ അഭിപ്രായങ്ങൾ പറയാം, ചിലർക്ക് ഗ്രാവിറ്റി കൂടുതലാണ് എന്ന നിലപാടിലേക്ക് അല്ലെങ്കിൽ നിലയിലേക്ക് പോകുന്നുണ്ട് എന്ന് ഒരു പക്ഷേ മുന്നണിക്കകത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അത് UDF-നെ സംബന്ധിച്ചല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. UDF-ൽ അങ്ങനെ ഇല്ല. UDF-ൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ലീഡേഴ്സ് കൂടിയിരിക്കും. അതിനിടയിലുള്ള എന്തെങ്കിലും വിയോജിപ്പുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യും, ഉന്നയിക്കും. അതിൽ പൊതുവായ സമവായത്തിലെത്തും. അങ്ങനെയല്ലേ UDF പ്രവർത്തിക്കുന്നത്? ഇന്നും തുടങ്ങിയതല്ലോ. UDF എന്ന് പറഞ്ഞിരിക്കാൻ ജനാധിപത്യ കക്ഷികളുടെ ഒരു കൂട്ടായ്മയാണല്ലോ. ബാലകൃഷ്ണപിള്ളയുടെ ഇന്നത്തെ മടക്കം ഒരുപക്ഷെ തുടക്കമാണോ? പല അസ്വാരസ്യങ്ങളും ഒരുപക്ഷെ പൊട്ടിത്തെറിച്ച് സമീപഭാവിയിലടക്കം പല മുന്നണികളുടെ ഭാഗത്തുനിന്നും സമീപനങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു തോന്നലുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാവർക്കും സ്വപ്നം കാണാവുന്ന ഒരു കാര്യം എന്നുള്ളത് യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യമാണ്. സ്വപ്നം കാണാം, ഇങ്ങനെ ഇതിൽ പലതും ഉണ്ടാവും എന്നൊക്കെ. യാഥാർത്ഥ്യവുമായ ഒരു സംഗതിയില്ല. UDF ഗവൺമെൻറ് പൂർവോപരി ഊർജ്ജസ്വലതയോടുകൂടി കാലാവധി തീർത്തും ഭരിക്കും, അതിന് ശേഷവും വരും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒരുപക്ഷെ മുന്നണിക്ക് പുറത്തേക്ക് ഞാൻ പോയാൽ പലരുടെയും മുഖം വികൃതമാകും, പല ആളുകളുടെയും പല വ്യക്തികളുടെയും മുഖം വികൃതമാകും എന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയം കോൺഗ്രസിനോ കോൺഗ്രസിനകത്ത് നിൽക്കുന്നവർക്കോ ഉണ്ടോ? അല്ല, ശ്രീ ബാലകൃഷ്ണപിള്ളയെ പോലെ ഉന്നതനായ ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു കമൻറ്റ് ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. അതൊരു ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയമാണ്. കാരണം മുന്നണിയിലുള്ള ആളുകളുടെ മുഖം വികൃതമാകും എന്നൊക്കെ പറയുമ്പോൾ അത് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ഇതിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. കാരണം അദ്ദേഹത്തെ പോലെ ഉന്നതനായ ഒരു നേതാവ് ഒരിക്കലും അങ്ങനെ, ഇതിനകത്ത് ആരുടെ മുഖം വികൃതമാകാൻ പോകുന്നത്? ഇതിനേക്കാൾ കൂടുതൽ വികൃതമാക്കാൻ എന്തിരിക്കുന്നു? പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ വികൃതമാക്കിയില്ലേ? അതുപോലെ മന്ത്രിമാരെ ഈ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിന്റെ ഗ്രാവിറ്റി കൂട്ടാൻ, പ്രതിഷേധത്തിന്റെ ഗ്രാവിറ്റി കൂട്ടാൻ ഒരാളെ കൂടി അവിടെ ലഭിച്ചിരിക്കുകയാണ്. ഒരു മുന്നണി കൂടി. ആളില്ലാ പാർട്ടിയെന്നോ അല്ലെങ്കിൽ നിലപാടില്ലാത്ത പാർട്ടിയെന്നോ പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. UDF-ന്റെ സ്ഥാപക അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് മറുപക്ഷം പോയിരിക്കുന്നത്. അത് ഒരു തരത്തിലും യേശില്ല. താങ്കൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. PJ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, പ്രേമചന്ദ്രനും അസീസും നേതൃത്വം കൊടുക്കുന്ന RSP ആ മുന്നണിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതിന്നിപ്പോൾ ഒരാൾ പോയാൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നവരെ കോമ്പൻസേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് വളരെ ദുർബലമാണ്.
ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഒരുപക്ഷെ പ്രദീപ് കുമാർ, നിങ്ങൾ മുന്നണിയുടെ ഭാഗത്ത് കയറി അടർത്തിയെടുക്കത്തില്ല ആരെയും. എന്താ വലിയ തോതിൽ അതിലൊരു ആനുകൂല്യം, എന്തായാലും രാഷ്ട്രീയ ആനുകൂല്യം ഒരുപക്ഷെ കോൺഗ്രസോ UDF ഏറ്റെടുക്കുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എന്തായാലും സംഭവിക്കില്ല, പോയാൽ അല്ലെങ്കിൽ മുട്ടോളം, പിള്ള പോയാൽ ചാടിയാൽ മുട്ടോളം എന്ന കാഴ്ചപ്പാടിലൊക്കെ അപ്പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇനിയും ഒരു രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ടെങ്കിൽ അത് വിനിയോഗിക്കേണ്ട ഒരു ഘട്ടമാണോ ഉള്ളത്? അതിനെ ഏത് ദിശയിലാണ് പരിശോധിക്കുന്നത്? കൂടുതൽ കാത്തിരിക്കേണ്ടി വരുമോ? ഞങ്ങൾ അവിടെ നിന്ന് ഏതെങ്കിലും ഘടകകക്ഷികളെ ഒരു കുതിര കച്ചവടത്തിലൂടെ സ്വാധീനിച്ച് ഇങ്ങോട്ട് എടുക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ നേരത്തെയുള്ള പ്രഖ്യാപിത നിലപാടാണ്. അത് ശക്തമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ UDF-നകത്ത് ഇപ്പോൾ നിൽക്കുന്ന ഈ അഴിമതിയും ആരോപണങ്ങളും അതുപോലെ അതിനകത്ത് അന്തഛിദ്രവും അതിൻ്റെ ഭാഗമായിട്ടൊരു വഴക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതിനൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. UDF-ൻ്റെ ഈ ദുർഭരണത്തിനെതിരായി നിലപാട് സ്വീകരിച്ച് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ ആലോചിക്കാമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ പറഞ്ഞത്. അപ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള കാരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. ഇവിടെ ഇപ്പോൾ ഇതൊന്നും അല്ലാതെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ മടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഓരോ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്. ശ്രീ ഗണേഷ് കുമാർ ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹത്തിനെതിരെ വേറെ ആക്ഷേപമൊന്നും മന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള ചില പിഴവുകളുടെ ഭാഗമായിട്ട് അദ്ദേഹം പോയതാണ്, അല്ലാതെ ഭരണത്തിൽ അഴിമതി നടത്തിയെന്നുള്ള ആക്ഷേപം ഉണ്ടായില്ല. അദ്ദേഹം ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചപ്പോൾ അതൊന്ന് പരിശോധിക്കാൻ തയ്യാറാവണ്ടേ? അതിന് പോലെ അദ്ദേഹത്തെ UDF ഒന്ന് പുറത്താക്കുകയാണ്. ഇപ്പോൾ മാണി സാറിൻ്റെത് ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളുടെ വിശദാംശങ്ങൾ പറഞ്ഞു പോകുന്നില്ല. ഇതുപോലെ UDF-ൻ്റെ തന്നെ അനുഭവത്തിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു മന്ത്രി നേരെ കൈക്കൂലി വാങ്ങിയെന്ന് തെളിവ് ദിവസങ്ങൾ തോറും കൈക്കൂലിയുടെ അടക്കം പുതിയ മാനങ്ങൾ വരുന്നു, പുതിയ മന്ത്രിമാർ വരുന്നു, പുതിയ ആരോപണങ്ങൾ വീശവൻകുട്ടി അടക്കം ഒരുപക്ഷെ സഭയിൽ ഉന്നയിക്കുന്നു, പുറത്ത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെടുത്തുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ വേണ്ട ദിശയിൽ പ്രയോജനപ്പെടുത്താൻ LDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി ഈ ഒരു ഘട്ടത്തിൽ ചോദ്യമല്ല. തീർച്ചയായിട്ടും ഞങ്ങൾ എന്താ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് അത് സമൂഹത്തിന് മുമ്പാകെ പറയുക, സഭയിൽ ഉന്നയിക്കുക, അതിനുവേണ്ടിയുള്ള മറ്റ് പോരാട്ടങ്ങൾ നടത്തുക, നിയമപരമായിട്ടും രാഷ്ട്രീയമായുള്ള സമരങ്ങൾ നടത്തുക. അത് ഞങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നിലയിൽ ജനങ്ങളാകെ തന്നെ വലിയ നിലയിൽ ഈ സർക്കാരിൻ്റെ ചെയ്തികൾക്കെതിരെ അസംതൃപ്തരാണ്. തീർച്ചയായും. ശ്രീ ജോൺ തോമസ്, തലസ്ഥാന നഗരിയിൽ നിന്നും കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന, കോൺഗ്രസ് നേതാക്കളുമായി വ്യക്തിപരമായ ബന്ധം പോലും സൂക്ഷിക്കുന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്തായിരിക്കും ബാലകൃഷ്ണ പിള്ളയുടെ അല്ലെങ്കിൽ ഈ പോക്കോടുകൂടി ഉണ്ടാകാൻ പോകുന്ന അനുരണനങ്ങൾ? അതേത് ദിശയിലായിരിക്കും? ഒപ്പം തന്നെ പിള്ള എങ്ങോട്ട്, അവിടെ LDF സ്വീകരിക്കുന്ന നിലപാടടക്കം വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി നിരീക്ഷിച്ചാൽ. ബാലകൃഷ്ണപിള്ള UDF വിട്ടു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, നാളെ നടക്കാൻ പോകുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ കക്ഷിയുടെ വോട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കായിരിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ളയുടെ ഈ പോക്ക് ഇപ്പോൾ പറയാവുന്നത്, അദ്ദേഹം തന്നെ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള അഴിമതി സംബന്ധിച്ചമായ കത്തുകൾ പരസ്യപ്പെടുത്തുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടാണ് അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, മുന്നണിയിൽ 2 നീതി. അതിന് അദ്ദേഹം ഉപയോഗിച്ച ഒരു പേര് PC ജോർജിന് ഒരു നീതി, എനിക്കൊരു നീതി. ഇത് ബോധപൂർവം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജോർജിൻ്റെ രക്തം ഒന്നാണ്, എൻ്റെ വേറെ രക്തമാണ്. വ്യക്തമായ ചില ലക്ഷ്യങ്ങളോടെ അല്ലെങ്കിൽ കണക്ക് കൂട്ടലുകളോടെയാണ് ബാലകൃഷ്ണപിള്ള ഈ വാചകം ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീ ജോൺ, ഒരു കാര്യം, മുന്നണിക്കകത്തുണ്ടായിരുന്ന ചില ഉത്തരവാദിത്തങ്ങൾ ഒരുപക്ഷെ UDF-നകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങളെങ്കിലും നിറവേറ്റേണ്ടിയിരിക്കുന്നു. UDF-നകത്തില്ലാത്ത പിള്ള പുറത്തുപോയി സംസാരിക്കുമ്പോൾ അതിൻ്റെ തീവ്രത, മാറുന്ന സാഹചര്യങ്ങൾ എത്രത്തോളമായിരിക്കും? ആരെങ്കിലും വലിയ തോതിൽ വേദനിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്താനും ആശ്ചര്യപ്പെടുത്താനും കഴിയുന്ന എന്തെങ്കിലും നിലപാടുകളിലേക്ക് പോകാൻ പിള്ളയ്ക്ക് ഇന്നത്തെ സ്ഥിതിയിൽ, സാഹചര്യത്തിൽ കഴിയുമോ? തീർച്ചയായും. ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അദ്ദേഹം ഒരു ഫ്രീ ഹാൻഡാണ്. മുന്നണിയുടെ കെട്ടുപാടുകൾ ഉള്ളതിനാൽ അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് തുറന്നു പറയാൻ പറ്റും. ഒരുപക്ഷെ മുന്നണി അദ്ദേഹം പ്രധാനമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതം ആയിരുന്നു എന്നുള്ള വാക്കുകൾ അല്ലെങ്കിൽ ആ പ്രചാരണം സ്ഥാപിച്ചെടുക്കാനായിരിക്കും. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് വ്യക്തമാണ്. അത് എത്രത്തോളം UDF-ന് പ്രതിരോധിക്കാൻ കഴിയും? തീർച്ചയായും. മനോജ്, പൊട്ടിക്കാൻ പോകുന്ന ആ ഒരു വെടി പുറത്തു പോയിട്ട് എന്തായിരിക്കും? ഒരു പക്ഷേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം അതിന് കാര്യമില്ല എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ ആ ഒരു വിമർശനമെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ടെങ്കിലും സംസാരിച്ചാൽ. തീർച്ചയായും. ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തി
ഈ മുന്നണി വിട്ട് പുറത്തു വരിക എന്ന് പറയുന്നത് ഈ മുന്നണിക്ക് ഇപ്പോൾ ഒരു ആം ആദ്മി പരിവേഷമാണ്. വലിയ ഒരു പ്രതിസന്ധി തന്നെ ഉണ്ടാക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നാക്കാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബലവും. അതുപോലെ അദ്ദേഹത്തിന് ആ നാക്ക് കൊണ്ട് രാഷ്ട്രീയക്കാരെ അദ്ദേഹം ആക്ഷേപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഈ കേസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് UDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളവും ആർ ബാലകൃഷ്ണപിള്ള സാർ പുറത്തു പോകുന്നത് അപകടം തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇറങ്ങി വരുന്നത് വലിയ ശക്തി സംഭരിച്ചുകൊണ്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്. അതിലൂടെ ഈ UDF എന്ന് പറയുന്ന കക്ഷി അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാതായിത്തീരും ഈ രാജ്യത്ത് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത്ര ശക്തമായ വാക്കുകളും പ്രവൃത്തിയുമായിരിക്കും ആർ ബാലകൃഷ്ണപിള്ള പുറത്തേക്ക് പോകുന്നത്. അകത്ത് നിൽക്കുന്നതിനേക്കാൾ അപകടകാരിയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന ആർ ബാലകൃഷ്ണപിള്ള എന്നുള്ളതിന് ഒരു തീർച്ചയായും അതൊരു വലിയ വെല്ലുവിളി. അത് ഒരുപക്ഷെ ബാലകൃഷ്ണപിള്ള നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പോലെ കണ്ടാൽ മതി. ആ രീതിയിലാണ് മനോജിന്റെ ഭാഗത്തുനിന്ന് വാക്കുകൾ വരുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ, മനോജിൻ്റെ ഈ വാക്കിന് കേരളത്തിലെ പൊതുജന സമൂഹം വലിയ വില കൊടുക്കില്ല. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി അഴിമതി കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ കിടന്നത്, പൂജപ്പുര സെൻട്രൽ ജയിലിൽ. അദ്ദേഹം അഴിമതിക്കാരനാണ് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ജയിലിൽ നിന്ന് ഇറങ്ങി ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അഴിമതി കുറ്റത്തിനല്ല ജയിലിൽ കിടന്നത്, മറ്റൊരു കുറ്റത്തിനാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു അഴിമതി കുറ്റത്തിന് തന്നെയാണ്, അല്ലാതെ മറ്റൊരു കുറ്റത്തിനുമല്ല. അങ്ങനെ അഴിമതി കുറ്റത്തിനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ബാലകൃഷ്ണപിള്ള അകത്ത് കിടന്നത് അഴിമതി കുറ്റത്തിന് തന്നെയാണ്. ആ സുപ്രീം കോടതി വിധിച്ച ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ക്യാബിനറ്റ് പദവി കൊടുത്ത്, ഒരു മന്ത്രിയുടെ പദവി കൊടുത്ത്, സ്റ്റേറ്റുകാർ കൊടുത്ത് ഞങ്ങൾ ആദരിച്ച ഒരു മുന്നണിയാണ് UDF എന്ന് പറയുന്നത്. അദ്ദേഹത്തെ എന്ത് അപമാനിച്ചതാണ് മനോജ് പറയുന്നത്? മാത്രമല്ല അദ്ദേഹം അഴിമതി ആരോപണം ഉന്നയിച്ചത് UDFിലെ മാണിക്കെതിരെയല്ല, തൻ്റെ മകനെതിരെ ഉന്നയിച്ചു. പേഴ്സണൽ സ്റ്റാഫ് പറയട്ടെ ഞാൻ അതിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ തരാം. മകനെ ആ രീതിയിലേക്ക് അടക്കം എത്തിച്ചതിന്റെ സാഹചര്യങ്ങൾ കൂടി അദ്ദേഹം ഗണേശിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കുന്ന ആളുകൾ അഴിമതി നടത്തുന്നുവെന്നും വളരെ വ്യക്തമായി ബാലകൃഷ്ണപിള്ള അതിന്റെ ക്ലിപ്പിംഗ് എന്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഹാജരാക്കാം. പറയട്ടെ. അപ്പോ സ്വന്തം മകനെതിരെ പോലും യുദ്ധം ചെയ്ത ഒരാളാണ് ശ്രീ ബാലകൃഷ്ണപിള്ള. അപ്പോ അദ്ദേഹം ശ്രീ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാത്തതിന്റെ പേരിൽ കേരളത്തിൽ UDFിനകത്തുണ്ടാക്കിയ കലാപത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുള്ള കാര്യമാണ്. അപ്പോ ഞങ്ങളെ അവസാന ഘട്ടത്തിലടക്കം വലിയ അഴിമതിക്ക് വേണ്ടി പറഞ്ഞപ്പോഴൊക്കെ ചെയ്തിരുന്നത് ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയമാണ് ഞങ്ങളുടെ പോളിസി എങ്കിൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു കൊല്ലം 1.5 കൊല്ലം മുമ്പ് ഈ ഗവൺമെന്റ് താഴെ പോയേനെ. ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. അന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നെങ്കിൽ ആർ ബാലകൃഷ്ണപിള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിൽ ഈ UDF ഗവൺമെൻറ് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, KB ഗണേഷ് കുമാർ MLA, അദ്ദേഹം രാഷ്ട്രീയമായി ഇത്തിരി പരിജ്ഞാനം കുറവുള്ളതാണ്, പക്ഷേ വളരെ മിടുക്കനായ മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ കേരള കോൺഗ്രസ് BAയും ആർ ബാലകൃഷ്ണപിള്ളയും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും UDF നേതൃത്വം. അതിൽ ഞാൻ ഇവരെ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. UDFിൻ്റെ ചില വളരെ കണ്ണിങ് ആയിട്ടുള്ള ചില ആൾക്കാർ ശ്രീ KB ഗണേഷ് കുമാറിനെ കൂടെ നിർത്തിക്കൊണ്ട് ആർ ബാലകൃഷ്ണപിള്ളയെ ഇല്ലാതാക്കാൻ, ആ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവർ യോജിച്ചു കഴിഞ്ഞപ്പോൾ അവരെ രണ്ടുപേരെയും കൂടി ഇല്ലാതാക്കാൻ. ഈ ഘട്ടത്തിൽ താങ്കൾക്ക് എന്തായാലും പേര് പറയാം, കാരണം മുന്നണിയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും പറയാം. ഞാൻ ചോദിക്കട്ടെ, ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിലുള്ള ഒരു ഗവൺമെന്റിൽ ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ മന്ത്രി കേൾക്കില്ലേ? പാർട്ടിക്ക് വിരുദ്ധമായി പാർട്ടി നിലപാടുകൾക്കെതിരായി നിലപാടെടുക്കുന്ന ഒരു മന്ത്രി ആ നിലപാടെടുക്കാൻ പാടില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ മന്ത്രി കേൾക്കില്ലേ? എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല? അച്ഛനെയും മകനെയും കൂടെ അടുപ്പിച്ച് ഇതില്ലാതാക്കാം. മകനാവുമ്പോൾ ഏറ്റവും വലിയ നല്ല ആയുധമാണ്. ഏതായാലും പ്രദീപ് കുമാർ, നിങ്ങളുടെ ജോലി എന്തായാലും കുറച്ചുകൂടെ കുറയുകയാണ്. കാരണം അവിടെ വലിയ തോതിൽ സഭയ്ക്കകത്തും പുറത്തും ആൾബലമില്ലെങ്കിൽ കൂടി ഉന്നയിക്കാൻ തക്ക രീതിയിലുള്ള ഒരുപക്ഷെ കാര്യങ്ങൾ ഇട്ട് തരികയാണ്. അതിനെ ഏത് രീതിയിൽ വിനിയോഗിക്കും? വലിയ തോതിലുള്ള രഹസ്യങ്ങളുടെ കലവറയുമായിട്ടാണ് ഒരുപക്ഷെ ബാലകൃഷ്ണപിള്ള മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അവിടെ ഏത് രീതിയിലായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഉപയോഗിക്കാൻ പോകുന്നത്? ആ രീതിയിൽ എന്തെങ്കിലും തീരുമാനം ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടോ? ഏത് രീതിയിലായിരിക്കും അത് വരാൻ പോകുന്നത്? ഞങ്ങളൊന്നും തന്നെ UDFിനകത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് ആസ്പദമാക്കിയല്ല. ഞങ്ങളുടെ മുമ്പിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളും അഴിമതിയും എല്ലാം നമ്മുടെ മുമ്പിൽ, അതിനാസ്പദമാക്കിയാണ് ഞങ്ങൾ പോകുന്നത്. അതിനിടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. നേരത്തെ പറഞ്ഞ ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് തന്നെ PC ജോർജിനോടൊരു നീതി എന്ന് പറഞ്ഞല്ലോ. ഈ PC ജോർജിനെ യഥാർത്ഥത്തിൽ ഇവർക്ക് സ്പർശിക്കാൻ പറ്റില്ല. കാരണം PC ജോർജ് ഇന്ന് പറഞ്ഞത് എന്താണ്? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കമൻറ്റ് പറഞ്ഞു, ഭരണത്തിൻ്റെ ഭാഗമായി നിന്ന്
ഇത് പറയാൻ പറ്റില്ല എന്ന ഒരു സൂചനയോടുകൂടെ അദ്ദേഹം സംസാരിച്ചു, ശരിയാണ്. പക്ഷേ PC ജോർജ് പറഞ്ഞു, അതിനു മുമ്പ് ശ്രീ K മുരളീധരൻ ചർച്ചയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഈ DGPക്കെതിരെ അദ്ദേഹം പറഞ്ഞ പരാമർശത്തെക്കുറിച്ച് പോലീസുകാരെ അങ്ങനെ ആക്ഷേപിക്കുന്നതിൻ്റെ മുറയിൽ തകർക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞതെന്നാണ്, എന്നെ ഒരു പോലീസുകാരനും എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടല്ല ഞാൻ വളർന്നത്. അത് മുരളീധരനെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്നെ അദ്ദേഹത്തെ പണ്ട് കരുണാകരൻ പ്രതാപിയായിരുന്ന കാലത്ത് എണ്ണ തേച്ച് കുളിപ്പിച്ചതായിട്ടായിരിക്കും ഉദ്ദേശിച്ചത്. എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടല്ല ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് പറയുക. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഓരോ പ്രശ്നങ്ങളിലും എടുക്കുന്ന നിലപാട് അതിന് വ്യത്യസ്തമായി ഞാൻ പറയട്ടെ, ഈ നിലപാട് നമ്മൾ വളരെ സമഗ്രമായ ഒരു പക്ഷേ ചർച്ച നമ്മൾ മുന്നോട്ട് വലിച്ചു നീട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ ഇപ്പോൾ ഈ പറയുന്ന ബാലകൃഷ്ണപിള്ള വിഭാഗത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പരിശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടി പിള്ള പുറത്തേക്ക് വരുന്നു. ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണോ നിങ്ങളുടെ മുന്നിൽ ആ ഒരു വിഭാഗം എത്താൻ പോകുന്നത്? അല്ല, അതിപ്പം അവരുടെ പാർട്ടി, അതൊരു പാർട്ടിയാണ്. ബാലകൃഷ്ണപിള്ള എന്ന വ്യക്തിയല്ല. ഗണേഷ് കുമാർ അദ്ദേഹത്തെ ഇവർ പുറത്താക്കിയിട്ട്, ഗണേഷ് കുമാർ ഈ പറഞ്ഞ പോലെ മികച്ച മന്ത്രിയായിരുന്നു, ആ നിലയിലൊക്കെ പ്രവർത്തിച്ചിരുന്നു ആ സന്ദർഭത്തിൽ. പക്ഷേ അതിനെയൊന്നും വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളെയോ പ്രസ്താവനയോ PC ജോർജിനോട് പിന്നെ കാണിച്ച നീതി എന്നോട് കാണിച്ചില്ല എന്ന വർത്തമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും അല്ല LDFുമായിട്ട് ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടി സഹകരിക്കുന്നത്. തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. അഴിമതിക്കും അതുപോലെ തന്നെ ഇവരുടെ ജനവിരുദ്ധ നയങ്ങൾക്കും എതിരെ നിൽക്കുക. ശ്രീ മൈൻ ഹാജി, അതുകൊണ്ട് തന്നെ എന്തായാലും സഭ വലിയ തോതിൽ പ്രതിഷേധം, ഒരുപക്ഷെ സഭ കഴിഞ്ഞാലും അതിന്റെ അനുരണനങ്ങൾ പുറത്ത് വലിയ തോതിൽ പ്രതിഫലിക്കും. അവിടെ മുസ്ലിം ലീഗ് ചില സമ്മർദ്ദങ്ങൾക്കെങ്കിലും അടിമപ്പെടുന്നുണ്ടോ? മുസ്ലിം ലീഗ് ഒരു സമ്മർദ്ദത്തിനും അടിമപ്പെടുന്നില്ല. അങ്ങനെ അടിമപ്പെടുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ്. അതിന് വ്യക്തമായ കാഴ്ചപ്പാടും നയപരിപാടികളൊക്കെ കലാകാലങ്ങളിലുണ്ട്. അതിൽ നിന്നും വ്യതിചലിച്ച് പോകുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ കാണേണ്ട, ഈ മുസ്ലിം ലീഗ് ഉൾപ്പെട്ട ഈ ഗവൺമെന്റ് പുതിയ പ്രതിസന്ധി ഒന്നും ഉണ്ടായി എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. സഭയിൽ വലിയ പ്രക്ഷുബ്ധ രംഗങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാൻ ഇതിനു മുമ്പ് വളരെ ശാന്തമായി നടന്ന സഭ ആയിരിക്കണ്ടേ? ഇതിനു മുമ്പ് വളരെ ശാന്തമായിരുന്നോ? ഒരു അസ്വാരസ്യം ഇല്ല. ഉറച്ച നിലപാടാണ് ഈ കാര്യത്തിൽ. മാണി സാറ് മറ്റന്നാൾ ബഡ്ജറ്റ് അവതരിപ്പിക്കും. മാണി സാർ ധനകാര്യമന്ത്രിയായി തുടരും. ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അതിന്റെ മറുപടി പറയുകയും ബഡ്ജറ്റ് ഇവിടെ പാസ്സാക്കി എടുക്കുകയും ചെയ്യും. അതിനൊന്നും ഒരു സംശയം ആർക്കും വേണ്ട. പിന്നെ അതുപോലെ ഈ സമരം വലിയ തോതിലുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടവരല്ലേ കേരള ജനത അകത്തും പുറത്തും ഒക്കെ. എന്താ പ്രതിഷേധത്തിന്റെ ഒക്കെ പര്യവസാനം ഉണ്ടായത്? അതിലും ദയനീയമായിരിക്കാം ഈ പ്രതിഷേധം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എന്തായാലും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അടക്കം അല്ലെങ്കിൽ രഹസ്യമായി മാധ്യമപ്രവർത്തകരോടും ഒക്കെ തന്നെ മുന്നണിക്കകത്തുള്ള ചിലരെങ്കിലും പങ്കുവെക്കുന്നുണ്ട്. RSPയുടെ കാര്യം തന്നെ ഉദാഹരണമായി എടുക്കാം. വലിയ തോതിൽ ഒരു പക്ഷേ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറിയിലേക്കായിരിക്കും പോകുന്നത്. അവിടെ അരുവിക്കര സീറ്റുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഉന്നയിച്ചിരിക്കുന്ന ഒരു വിഷയം. ഇവിടെ മുന്നണിക്കകത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ട്. അത് പൊട്ടിത്തെറിയിലേക്ക് പോകും അല്ലെങ്കിൽ പോകില്ല എന്ന വിശകലനങ്ങൾ വരുമ്പോൾ RSP പോലും ഒരുപക്ഷെ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചില നിലപാടുകൾ സംബന്ധിച്ച് അസ്വാരസ്യങ്ങളുണ്ട്, പരിഗണന ലഭിക്കുന്നില്ല. അരുവിക്കര സീറ്റ് സംബന്ധിച്ച് തന്നെ എടുക്കുക. അവർക്ക് അവരുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ എടുക്കാൻ പോകുന്ന നിലപാടുകളിൽ വലിയ ആശയക്കുഴപ്പം അവർക്കുണ്ട്. അല്ല, അതിപ്പോൾ RSPയുടെ ഒരു നിർണായക ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരെ അപമാനിച്ചപ്പോൾ, അവഹേളിച്ചപ്പോൾ അഭയം കൊടുത്ത ഒരു മുന്നണിയാണ് UDF. നിങ്ങളീ പറയുന്ന ഈ നിയോജക മണ്ഡലം അരുവിക്കര എന്ന് പറയുന്ന പണ്ട് ആര്യനാടായിരുന്നു. ആര്യനാട് അരുവിക്കരയായി. കഴിഞ്ഞ 20 വർഷക്കാലമായി RSPയുടെ സ്ഥാനാർത്ഥികളെ, അത് മോശപ്പെട്ടവരെ അല്ല, പങ്കജാക്ഷൻ എന്ന് പറയുന്ന അഖിലേന്ത്യാ സെക്രട്ടറി, ചന്ദ്രചൂഡൻ എന്ന് പറയുന്ന അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ള അഖിലേന്ത്യാ നേതാക്കന്മാരെ 21 വർഷക്കാലമായി വരച്ച വരയിൽ നിർത്തി തോപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് കോൺഗ്രസ് അരുവിക്കര. അപ്പോൾ ഇന്നലെ വരെ അവിടെ RSP മത്സരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നാണ്. അവർക്ക് നല്ല യാഥാർത്ഥ്യ ബോധമുള്ളവരാണ്. ഇന്ന് അവർ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വന്നു. 21 വർഷമായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ തോപ്പിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ മുന്നണിയിലേക്ക് വരുമ്പോൾ ആ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് ഒരു വിജയപ്രതീക്ഷയോട് കൂടിയായിരിക്കും ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ അവർ സീറ്റ് ചോദിച്ചിരിക്കുന്നത്. അന്നത്തെ സാഹചര്യങ്ങൾ നിങ്ങളോട് വരുമ്പോൾ എന്തായാലും സ്വാഭാവികമായും അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കും. അങ്ങനെ ആ ഒരു മുൻനിർത്തിക്കൊണ്ട് ആ ഒരു സീറ്റ് പക്ഷേ അവർ ആവശ്യപ്പെട്ടെങ്കിൽ അത് വലിയ യുക്തിപരമായ കാര്യമല്ലേ? അത് അംഗീകരിക്കേണ്ടതല്ലേ? കൊല്ലത്ത് കോൺഗ്രസിൻ്റെ ഒരു പാർലമെന്റ് അംഗത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് ആ സീറ്റ് ഞങ്ങൾ പ്രേമേന്ദ്രന് കൊടുത്തതും പ്രേമേന്ദ്രനെ വിജയിപ്പിച്ചതും. അവർക്ക് ഞങ്ങളെക്കുറിച്ച് നല്ല മതിപ്പാണ്, ഈ മുന്നണിയെക്കുറിച്ച് നല്ല മതിപ്പാണ്. അപ്പോൾ അനാവശ്യമായ ആവശ്യങ്ങൾ ഒരിക്കലും ഈ മുന്നണിക്കകത്ത് ഉന്നയിക്കാൻ RSP തയ്യാറാകില്ല. അസീസ് അടക്കം ഒരുപക്ഷെ അത്തരം നിലപാടുകളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു.
നിലപാടുകളല്ലല്ലോ ഒരു അഭിപ്രായങ്ങളിലേക്ക്. ഇപ്പോൾ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറായിരുന്ന ശ്രീ ജി കാർത്തികേയൻ മരിച്ച ഒഴിവിലാണ് അവിടെ ബൈ ഇലക്ഷൻ വരുന്നത്. ആ സീറ്റ് തങ്ങൾ മത്സരിച്ചതാണെന്ന് പറഞ്ഞതല്ലാതെ അവിടെ ആ കോൺഗ്രസ് സീറ്റ് തന്നെ മത്സരിക്കും. തീർച്ചയായിട്ടും യാതൊരു തർക്കവുമില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് വക്താവ് എന്ന നിലയിൽ പറയുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും, യാതൊരു മാറ്റവുമില്ല. തീർച്ചയായും മനോജ്, ഇവിടെ മുന്നണിക്കകത്ത് ഞാൻ പറഞ്ഞത് ബാലകൃഷ്ണപിള്ളയുടെ ഈ ഒരു നിലപാട് തന്നെ ഉദാഹരിച്ചുകൊണ്ട് പറയാണ്, ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോഴും ഉണ്ടോ? നിങ്ങളോട് രഹസ്യമായിട്ടെങ്കിലും മുന്നണിക്കകത്തുള്ള ചെറു കക്ഷികൾ, പ്രബല കക്ഷികളെ മാറ്റി നിർത്തുക, അങ്ങനെ ഒരു അല്ലെങ്കിൽ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഈ ഒരു നിലപാടിനോട് മാനസിക ഐക്യമെങ്കിലും അല്ലെങ്കിൽ തരുന്നവരുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, ഈ ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷം വളരെ ചെറിയ ഒരു നോമിനൽ ഭൂരിപക്ഷത്തിലാണ്, മെജോറിറ്റിയിലാണ് ഈ ഗവൺമെൻറ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ പല പ്രശ്നങ്ങളും വന്നപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം ഞങ്ങളോട് പറയുമായിരുന്നു. RSP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് UDF-ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 2 MLA-മാരുടെ എണ്ണം കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് അസ്വസ്ഥത തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പ്രശ്നം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 20 വർഷമായി RSP മത്സരിക്കുന്ന സീറ്റാണ്. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന കാലത്ത് മത്സരിച്ച സീറ്റാണ്. സ്വാഭാവികമായും അന്നെല്ലാം, അല്ലെങ്കിൽ ജി കാർത്തികേയൻ സാറ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ന്യായമായും പറയാം ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്, അദ്ദേഹത്തിന് മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒഴിയാം, അവരൊഴിഞ്ഞു കൊടുക്കും. ഇപ്പോഴത്തെ സാഹചര്യം എന്താ? ഓപ്പണായി. കോൺഗ്രസ്സിന് വ്യക്തമായ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ ഹൈലൈറ്റ് ചെയ്യാനില്ലാത്തിടത്തോളം, RSPക്ക് വ്യക്തമായ അവിടെ സ്ഥാനാർത്ഥികളുള്ളിടത്തോളം അത് മുന്നണിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇനി RSPക്ക് സീറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ RSPയോട് ഇതേ അനീതി തന്നെ കാണിക്കുന്നു എന്ന് വ്യക്തമാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസ്, ലീഗ്, മാണി ഗ്രൂപ്പ്, ഈ 3 പാർട്ടികൾ ചേർന്നിട്ടാണ്. ഞാൻ ബഹുമാനായ ശ്രീ മായിൻ ഹാജി, എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവർ 3 പേരും ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അസ്വസ്ഥമാകും. തിരിച്ച് മുന്നണി ആ ഒരു ബഹുമാനം കിട്ടുന്നില്ല. ശ്രീ മായിൻ ഹാജി, ഒരു പക്ഷേ ചെറു കക്ഷികൾക്ക് അവരുടെ പരാതി ഇതാണ്. തീർച്ചയായിട്ടും അവരുടെ വലിയ പരാതി ഇതാണ്. അവരെ മുന്നണി പോലും അല്ലെങ്കിൽ ഒരു പാർട്ടിയായിട്ട് പോലുമുള്ള അംഗീകാരം നൽകുന്നില്ല. ശരിക്കും ആ ഒരു സംവിധാനത്തിലൂടെ ഇങ്ങനെ നീങ്ങിയാൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇനിയും ശബ്ദങ്ങൾ ഉയരും. RSP അടക്കം പറയാൻ പോവുകയാണ്, ജനതാദൾ അടക്കം ഇനിയും വരാനിരിക്കുന്നു ഒട്ടേറെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. എന്തായിരിക്കും ഒരു പക്ഷേ, എങ്ങോട്ടായിരിക്കും? ശിഥിലീകരണത്തിലേക്കാണോ? അല്ലെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ താങ്കളടക്കം എന്തായാലും അതിനെ ഭയപ്പാടോടുകൂടിയാണോ കാണുന്നത്? അല്ലെങ്കിൽ ചില പൊളിച്ചെഴുത്തലുകളെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ മനസ്സുകൊണ്ട്? ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധിയുമില്ല. ഒരു പാർട്ടിയും പരിഗണന കിട്ടുന്നില്ല എന്ന അഭിപ്രായക്കാരില്ല. ഉണ്ട് എന്ന് നിങ്ങളെ മാധ്യമങ്ങൾ, ചില നിക്ഷിപ്ത താല്പര്യക്കാരായ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാ. ഞാൻ ചോദിക്കട്ടെ പ്രജേഷ്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് എന്താ പറഞ്ഞത്? നമ്മളെ പ്രതിപക്ഷ നേതാവും CPM-ന്റെ നേതാക്കളും പുറത്തുള്ള പിണറായി വിജയൻ അടക്കം പറഞ്ഞത്, ഇത് 2 ആളുകൾ മൂത്രമൊഴിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കസാര മാറിയിരിക്കേണ്ട പണിയുള്ളൂ, അത് അവർ തുടങ്ങട്ടെ, വേറെ ഒന്നും വരാൻ പോകുന്നില്ല. വർഷം 3.25 കഴിഞ്ഞു. വർഷം 3.25 കഴിഞ്ഞു. ഈ 3.25 വർഷത്തിനിടയിൽ എന്തെല്ലാം ശ്രമങ്ങൾ അവർ നടത്തി. ഉമ്മൻചാണ്ടി പുറത്തിറങ്ങി പോയതിനു ശേഷം മാത്രമേ സെക്രട്ടേറിയറ്റിൽ നിന്നും പടിയടച്ച് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ എന്ന് പറഞ്ഞതിന് ഒരു അനുബന്ധം കൂടെ ഞാൻ ചേർക്കുകയാണ്. മാന്യത കാണിച്ചു താങ്കൾ പറയുന്നത്. ഈ മുന്നണിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 2ാമത്തെ കക്ഷിയുടെ നേതാവായ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു, ഈ മുന്നണിയിൽ നിന്ന് മാണിയെ അടർത്തിയെടുത്ത് ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിയാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ച ഞാൻ ഉള്ളതുകൊണ്ട് അത് പൊളിച്ചതെന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. മാന്യതയാണോ അത്? ഘടകകക്ഷികളുടെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, വളരെ കാലമായി പാർലമെന്ററി വ്യാമോഹങ്ങളൊന്നും ഇല്ലാതെ പാർലമെന്റ് ഒരു മെമ്പർ പോലും ആകാൻ പറ്റാത്ത ഇരുന്ന പീതാംബരക്കുറുപ്പ് എന്ന് പറയുന്ന ബഹുമാനായ മനുഷ്യനെ, അദ്ദേഹം സിറ്റിംഗ് MP ആയിരുന്നു കൊല്ലം. അദ്ദേഹത്തിന്റെ സീറ്റ് ബലമായി പിടിച്ചെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നൊരു ഘടകകക്ഷിയെ പറിക്കുന്നതിന് വേണ്ടി കുതിരക്കച്ചവടത്തിനേക്കാൾ ദയനീയമായ രീതിയിൽ സിറ്റിംഗ് MPക്ക് പകരം അവിടെ സീറ്റ് ചോദിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കഴിഞ്ഞു. അവസാനമായി വളരെ ചുരുക്കി പ്രദീപ് കുമാർ, എന്തായാലും എങ്ങോട്ടായിരിക്കും പോക്ക്? ഇനി എന്തായാലും ചില നെല്ലും പതിരുമൊക്കെ തിരിയേണ്ട സമയം അത് ആയിരിക്കുന്നു. അത് നിങ്ങൾ നടത്താത്തതിൻ്റെ പ്രശ്നമാണ് ഇതുവരെ, അല്ലെങ്കിൽ ആ വെല്ലുവിളി അടക്കം ഈ ഒരു ചർച്ചയിൽ ചോദിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾക്ക് അതുകൊണ്ടാണ്. ഇനിയെങ്കിലും ഒരു നെല്ലും പതിരും തിരിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് അല്ല, എന്താണ് നെല്ലും പതിരും തിരിയുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇവിടെ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ മുന്നണി അടക്കം ഒരു പക്ഷേ അതിലേക്ക് വരുന്നു. പുതിയ സാഹചര്യങ്ങളെ
ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് നിലപാടുകളിലേക്കോ അല്ലെങ്കിൽ മുന്നണി വിപുലീകരണം എന്ന ഒരു കാര്യം പ്രസക്തമായി ഒരുപക്ഷെ ഇടതുപക്ഷം അടിവരയിടുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും മുന്നണി വിപുലീകരണമുണ്ട്, അത് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ പിന്നെ ആളുകളെ എങ്ങനെയെങ്കിലും അടർത്തി മാറ്റി കൂട്ടലല്ല, ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. UDFൻ്റെ ദുർഭരണത്തിനെതിരായിട്ട് ഉള്ള ഒരു പോരാട്ടത്തിലാണ് ചേരാൻ തയ്യാറുള്ള രാഷ്ട്രീയ ശക്തികളെ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കും. അല്ലാതെ മറ്റു തരത്തിലുള്ള ഈ അയാറാം കയറാം കുതിരക്കച്ചവടം ആ നില ഇല്ല, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഈ ഗവൺമെൻറ്റിന് ഒരുപാട് ആയുസില്ല. ഇവർ ഈ അഭ്യാസങ്ങളിലൂടെ നിന്നു ഇപ്പോൾ അഴിമതി നടത്തുന്നവരും അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരും എല്ലാവരെയും ഇവർ പരസ്പരം യോജിപ്പിച്ച് നിർത്തുക. ഈ പറയട്ടെ, അരുവിക്കര ഇലക്ഷൻ അപ്പുറത്ത് ഇവർ പോവില്ല. വളരെ ദുഃഖകരമായ സാഹചര്യം, ജി കാർത്തികേയൻ അന്തരിച്ചു. അരുവിക്കര ഇലക്ഷനെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു സന്ദർഭത്തിലാണ് ശ്രീ AASCs ഇന്നലെ അവിടെ പിന്നെ 5-6 വർഷം ഒരു പിന്നെ ഭരിച്ചതിനെ കുറിച്ച് സഭയിൽ ഒരു ഓർമ്മിപ്പിക്കൽ നടത്തി. അവർ അവിടെ RSP മത്സരിക്കുന്നോ കോൺഗ്രസ് മത്സരിക്കുന്നോ എന്നുള്ളതല്ല, ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ ബലാബലവും വെച്ച് അരുവിക്കര ഞങ്ങൾ ജയിക്കും, അതോടെ ഫിനിഷ് ആവും. ശ്രീ ജോൺ, അവസാനമായി അപശബ്ദങ്ങളും അല്ലെങ്കിൽ വെടിപൊട്ടിക്കലും ഒക്കെ തുടരുമോ? ഇതൊരു തുടക്കമാണോ? എന്നോടല്ലേ ജോൺ തോമസ്, വളരെ ചുരുക്കി. UDFനകത്ത് കഴിഞ്ഞ കുറച്ച് കാലമായി നിലനിൽക്കുന്ന അവസരങ്ങൾ തുടരും, അതിലൊരു മാറ്റവുമില്ല. ഈ ചർച്ച കേട്ടപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ബാലകൃഷ്ണപിള്ള ഇടതുമുന്നണി, അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇടതുമുന്നണിക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും അദ്ദേഹത്തെ എത്രത്തോളം ഇടതുമുന്നണി ഉൾപ്പെടുത്താൻ കഴിയും, അതിനുള്ള എത്രത്തോളം സാധിക്കും എന്നുള്ളതിൻ്റെ കാര്യത്തിൽ സംശയമാണ്. പ്രത്യേകിച്ച് ഘടകകക്ഷിയുടെ എല്ലാം അനുമതിയില്ലാതെ ഇടതുമുന്നണിയിൽ ഒരു ഘടകകക്ഷിയെ പുതിയതായിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിനൊക്കെ എത്രത്തോളം കഴിയും എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ട ഒരു വിഷയം എന്നെനിക്ക് തോന്നുന്നു. വളരെ നന്ദി ശ്രീ ജോൺ തോമസ്. ജോൺ തോമസിനോട് ഞാൻ പറയാം, ഇടതുപക്ഷം മാത്രമല്ല അച്യുതാനന്ദനെ തല്ലി കൊല്ലേണ്ടി വരും മാർക്സിസ്റ്റ് പാർട്ടി. ബാലകൃഷ്ണപിള്ള അകത്ത് വീണ്ടും പോയി കഴിഞ്ഞാൽ മറുപടി പ്രദീപ് കുമാറിലേക്ക് പോകേണ്ടി വരും. സമയം നന്ദി ശ്രീ പ്രദീപ് കുമാർ MLA, ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് വക്താവ്, മൈൻ ഹാജി ലീഗ് നേതാവ്, ഒപ്പം തന്നെ മനോജ്. പ്രദീപ് കുമാർ MLAയും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേർന്നു. ബാലകൃഷ്ണപിള്ള എടുത്ത നിലപാടും അതിന്മേൽ ഉണ്ടായ ചർച്ചകളുമാണ്, നിലപാടുകളും വിലയിരുത്തലിലേക്കുമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പോയത്.